ഹായ് ഓൾ, വെൽക്കം ടു ഏണസ്റ്റ് അക്കാദമി. പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് ഒരു എക്സാം എത്തിയിട്ടുണ്ട്. നമ്മുടെ എക്സാം ഒരെണ്ണമല്ല, ഒട്ടനവധി എക്സാംസ് എത്തിയിട്ടുണ്ട്. ജൂലൈ 22 ഡേറ്റ് വന്നിട്ടുള്ള എക്സാമാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എക്സാം. അപ്പം നമ്മൾ സിലബസ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. സിലബസിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോർ സബ്ജക്റ്റ് ഉൾപ്പെടുന്ന രീതിയിലാണ് PSC സിലബസ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും ഈ എക്സാമിന്, അസിസ്റ്റന്റ് എക്സാമിന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് PSC നിന്നും തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസിൽ തന്നിട്ടുണ്ട്. മെക്കാനിക്കലിന്റെ പക്ക 100% കോർ സിലബസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ സിലബസ് കവർ ചെയ്യാൻ വേണ്ടി, നിങ്ങൾ അതിന്റെ മൊഡ്യൂൾസ് ഒക്കെ കണ്ടു കഴിഞ്ഞു. 8 മൊഡ്യൂളുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സബ്ജക്റ്റും വരുന്ന രീതിയിൽ 2 മൊഡ്യൂൾസിന് മാത്രം 14 മാർക്കിന്റെ വെയിറ്റേജും ബാക്കിയുള്ള 6 മൊഡ്യൂൾസിന് 12 മാർക്കിന്റെ വെയിറ്റേജും ടോട്ടൽ 100 മാർക്കിന്റെ സിലബസ് പബ്ലിഷ് ആയിട്ടുണ്ട്. ആ സിലബസ് കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ റെക്കമെൻഡഡ് ടെക്സ്റ്റുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ റെഫറൻസ് ടെക്സ്റ്റുകൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ സിലബസിൽ കണ്ടിട്ടുള്ള 8 മൊഡ്യൂൾ ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, നോക്കണം. ഉറപ്പായിട്ടും സിലബസ് ബേസ് ചെയ്ത് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ, പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പം അതിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാമത്തെ നമ്മുടെ മൊഡ്യൂൾ എന്ന് പറയുന്നത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റ് ആണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ. രണ്ടും സെയിം സബ്ജക്റ്റ് തന്നെയാണ്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് RK രജപുത്തിന്റെയോ അല്ലെങ്കിൽ BC പുന്മിയുടെയോ ടെക്സ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. 2 ടെക്സ്റ്റുകളും RK രജപുത്ത് തന്നെ എനഫ് ആണ്, കാരണം അതിന്റെ എല്ലാ കൺസെപ്റ്റും അതിനകത്ത് വരുന്നുണ്ട്. ഇത് ഒരു സിവിൽ ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. അപ്പം അതിന്റെ രീതിയിൽ വേണം നമ്മൾ അതിനെ കണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പം RK രജപുത്തിന്റെ ടെക്സ്റ്റ് ആണ് ഏറ്റവും നല്ലത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ദെൻ നമ്മൾ 2-4 മൊഡ്യൂൾ പറയുന്നത് തെർമോഡൈനാമിക്സ് ആൻഡ് തെർമൽ എഞ്ചിനീയറിംഗ് ആണ്. നമ്മുടെ AEയുടെ സിലബസ് കാണുമ്പോൾ 2ാമത്തെയും 4ാമത്തെയും, എനിക്ക് തോന്നുന്നു രണ്ടാമത്തെയും അഞ്ചാമത്തെ മൊഡ്യൂളിന്റെ പ്രത്യേകത 14 മാർക്കാണ് വെയിറ്റേജ് അല്ലെ, തെർമൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പൊ മൊത്തത്തിൽ പറയുമ്പം ഒരു 26 മാർക്കിന്റെ വെയിറ്റേജ് കിട്ടുന്ന 2 മൊഡ്യൂളാണ് 2ഉം 5ഉം. അപ്പം ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്സ്റ്റുകൾ, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സിൽ നമുക്ക് PK നാഗിന്റെ ടെക്സ്റ്റ് ആണ് ഉപയോഗിക്കാൻ നല്ലത്, കാരണം എല്ലാ കൺസെപ്റ്റും വരുന്ന ടെക്സ്റ്റ് ആണ്. പിന്നെ ഇന്റേണൽ കമ്പസ്റ്റ് എഞ്ചിൻ പഠിക്കാനായിട്ട് തെർമൽ എഞ്ചിനീയറിംഗ് വരുന്നതാണ് V ഗണേശന്റെ ടെക്സ്റ്റ് ഉപയോഗിക്കാം. കൂടാതെ തെർമൽ എഞ്ചിനീയറിംഗ് എന്നുള്ള RK രജപുത്തിന്, ഇവിടെ കാണിച്ചിട്ടില്ല, RK രജപുത്തിന്റെ ടെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് തെർമൽ എഞ്ചിനീയറിംഗ് ഭാഗങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പം മെയിനായിട്ട് നമ്മളൊരു 3 ടെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ 3 ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള സിലബസിൽ തന്നിട്ടുള്ള എല്ലാ ടോപ്പിക്കും കവർ ആകും. പിന്നെ 3ാമത്തെ മൊഡ്യൂളിൽ, നമ്മുടെ AEയുടെ 3ാമത്തെ മൊഡ്യൂൾ, സിലബസിലെ 3ാമത്തെ മൊഡ്യൂള് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീൻസ് ആണ്. 2 ഭാഗമായിട്ട് പറയാം. ഇതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ടെക്സ്റ്റ് ഉണ്ട്, RK ബെൻസാൺ ടെക്സ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ പറയുന്ന എല്ലാ ടോപ്പിക്സും കവർ ആവും, ഉറപ്പാണ്. RK ബെൻസാൾ ആണ് നമുക്ക് അതിനുവേണ്ടി FM-ന് ആൻഡ് HM-ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടെക്സ്റ്റ്. 3ാമത്തെ മൊഡ്യൂളാണ്, 12 മാർക്കാണ് വെയിറ്റേജ്. ദെൻ 4ാമത്തെ മൊഡ്യൂൾ വീണ്ടും 12 മാർക്കിന്റെ മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ്, പക്ക തിയറി ആണെന്ന് എല്ലാവർക്കും അറിയാം. അത് മെറ്റീരിയൽ സയൻസ് ആൻഡ് പ്രോസസ് എന്ന് പറയുന്ന SK ഹസ്ര ചൗധരിയുടെ ടെക്സ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസിന്റെ സിലബസിലുള്ള എല്ലാ ടോപ്പിക്കും കവർ ആകും. അപ്പം നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല റെഫറൻസ് ടെക്സ്റ്റ് ആണ് SK ഹസ്ര ചൗധരിയുടെ മെറ്റീരിയൽ സയൻസ് ആൻഡ് പ്രോസസ് എന്നുള്ള ടെക്സ്റ്റ്. ദെൻ 6ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് തിയറി ഓഫ് മെഷീൻസ് ആൻഡ് ഡിസൈൻ ആണ്, ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് ആണ്. 14 മാർക്കിന്റെ വെയിറ്റേജ് വരുന്ന ടോപ്പിക് ആണെന്ന് എല്ലാവർക്കും അറിയാം. നമുക്കിവിടെ തിയറി ഓഫ് മെഷീൻസ് എന്ന് പറയുന്ന ടോപ്പിക് കവർ ചെയ്യാൻ SS രട്ടന്റെ ടെക്സ്റ്റ് ഉപയോഗിക്കാം. SS രട്ടന്റെ ടെക്സ്റ്റിനകത്ത് ആ പറയുന്ന എല്ലാ ഭാഗവും, സിലബസിലുള്ള തിയറി ഓഫ് മെഷീൻസിനുള്ള എല്ലാ ഭാഗവും കവർ ആകുന്നതാണ്. ദെൻ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സിന് വേണ്ടി VB ഭണ്ഡാരിയുടെ ടെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉൾപ്പെടുത്തുന്ന ടെക്സ്റ്റ് ആണ്. VB ഭണ്ഡാരിയുടെ ടെക്സ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സിനുള്ള എല്ലാ ടോപ്പിക്കും കവർ ആകും. അപ്പം 6ാമത്തെ മൊഡ്യൂളിന് വേണ്ടി നമുക്ക് 2 ടെക്സ്റ്റുകൾ പറയാം. രട്ടന്റെയും ഭണ്ഡാരിയുടെ ടെക്സ്റ്റ് ഉപയോഗിച്ചാൽ മതിയാവും റെഫറൻസ് ടെക്സ്റ്റുകളായിട്ട്. ദെൻ 7ാമത്തെ ടെക്സ്റ്റ് തിയറിയിലേക്ക് വരുമ്പം പ്രൊഡക്ഷൻ ടെക്നോളജി എന്ന് പറയുന്ന മാനുഫാക്ചറിങ് തിയറി സബ്ജക്റ്റ് ആണ്. ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്ഷൻ ടെക്നോളജി എന്നുള്ള ടെക്സ്റ്റ് PC ശർമ്മയുടെ
പ്രൊഡക്ഷൻ ടെക്നോളജി ടെക്സ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മൊഡ്യൂൾസിലെ എല്ലാ സിലബസിലെ എല്ലാ ടോപ്പിക്സും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ദെൻ ലാസ്റ്റ് മൊഡ്യൂള്, 8ാമത്തെ മൊഡ്യൂള് 12 മാർക്കിന്റെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആണ്. നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് OP കന്നയുടെ ടെക്സ്റ്റ്, എല്ലാവർക്കും അറിയാവുന്ന ടെക്സ്റ്റ് ആണ്. OP കന്നയുടെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് ടെക്സ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 8ാമത്തെ മൊഡ്യൂൾ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിന്റെ എല്ലാ സിലബസിലെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാൻ പറ്റും. അപ്പം ഏകദേശം നമ്മൾ 8 മൊഡ്യൂളും കവർ ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി എനിക്ക് തോന്നുന്നു ഡിപ്ലോമ എഞ്ചിനീയറിംഗിൽ പഠിക്കുമ്പോൾ നമ്മൾ അന്ന് യൂണിവേഴ്സിറ്റി എക്സാമിന് ഓരോ സെമസ്റ്ററിലും പല പല സബ്ജക്റ്റ് എല്ലാം ഒരുമിച്ച് വരുന്നല്ലോ, ഓരോ സെമസ്റ്ററിലും അതിലുള്ള സബ്ജക്റ്റുകളാണ്. അവിടെ നമുക്ക് മിക്കവർക്കും ഈ ടെക്സ്റ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ടെക്സ്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിലബസൂടെ ബേസ് ചെയ്ത് ഒന്ന് റെഫർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സിലബസിലെ എല്ലാ കണ്ടന്റ്സിന്റെയും ഒരു ബേസിക് ഐഡിയ കിട്ടുന്നതാണ്. അപ്പൊ അതാണ് നമ്മൾ റെഫറൻസ് ടെക്സ്റ്റ് എന്ന് റെക്കമെൻഡ് ചെയ്യുന്നത്. ആ ടെക്സ്റ്റുകൾ ഉപയോഗിച്ച് മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. ഇനിയും നമ്മുടെ ഒബ്ജക്റ്റീവ് അപ്രോച്ചിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ എക്സാം ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആണ്. നമ്മളിപ്പോൾ സംസാരിച്ചത് ബേസിക് ഫണ്ടമെന്റൽ ഐഡിയാസ് അല്ലെങ്കിൽ അതിന്റെ കൺസെപ്റ്റ് കിട്ടാനുള്ള ടെക്സ്റ്റുകളുടെ നെയിംസ് ആണ്. അപ്പം ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പഠിക്കണം. അപ്പം അവിടെ നമുക്ക് പ്രാക്ടീസ് ബുക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാമത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കൺവെൻഷണൽ ആൻഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒരു ടെക്സ്റ്റ് ഉണ്ട്. RS കുർമി അല്ലെങ്കിൽ ആൻഡ് JK ഗുപ്ത ടെക്സ്റ്റ് ആണ്. ഓക്കെ, S10th പബ്ലിക്കേഷൻ അണ്ടറിൽ വരുന്നതാണ്. ഈ ടെക്സ്റ്റിനകത്ത് നമുക്ക് ഈ പറഞ്ഞ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള എല്ലാം ഒരു എന്ന് പറഞ്ഞാൽ 6000-ൽ പരം ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ നമുക്ക് സിലബസിൽ നിന്നുള്ള കിട്ടും. ഓക്കെ, അപ്പോൾ ആ ടെക്സ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു റെഫറൻസ് ടെക്സ്റ്റ് ആണ് ഒബ്ജക്റ്റീവ് എക്സാമിന് വേണ്ടി കേട്ടോ. ദെൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുന്ന RK ബെൻസാൾ ടെക്സ്റ്റും ഉണ്ട്. ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. RK ബെൻസാളിന്റെ നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കുറേയേറെ ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ടെക്സ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കേരള PSC അസിസ്റ്റന്റിന്റെ മെക്കാനിക്കൽ പ്രിപ്പറേഷൻ ഗൈഡ് 2026 എഡിഷൻ ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ഈ പറഞ്ഞ അപ്ഡേറ്റഡ് സിലബസ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുന്ന രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ്. അത് ഉപയോഗിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ് പ്രാക്ടീസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കാം. അതുകൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ദെൻ യൂത്ത് കോമ്പറ്റീഷൻ ടൈംസ് YCT മെക്കാനിക്കൽ വോളിയം 1 and 2 ഉണ്ട്. ഇത് നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ട് വേണമെങ്കിൽ മൊഡ്യൂൾ വൈസ് നമുക്ക് PSC എക്സാം, സ്റ്റേറ്റ് PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഇപ്പോൾ ഉള്ള കറണ്ട് ക്വസ്റ്റ്യൻ ഐഡിയ ട്രെൻഡ് ഉപയോഗിച്ചുള്ള പ്രിപ്പയർഡ് ടെക്സ്റ്റ് ആണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞത് ഒബ്ജക്റ്റീവ് എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം. അപ്പം നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞത് റെഫറൻസ് ടെക്സ്റ്റുകൾ ഏതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് കൺസെപ്റ്റ് കിട്ടാൻ. ഇപ്പോൾ സംസാരിച്ചത് ആ കൺസെപ്റ്റ് ബേസ് ഉള്ള എങ്ങനെയാണ് ഒബ്ജക്റ്റീവ് എക്സാമിന് എഴുതുമ്പോൾ അതിന്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാനുള്ള ടെക്സ്റ്റുകളാണ് ഇപ്പോൾ സംസാരിച്ചത്. പിന്നെ നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന AE എക്സാമിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയെ കുറിച്ചുകൂടെ അങ്ങ് പറയുകയാണ്. കാരണം നമ്മളിപ്പോൾ പറഞ്ഞ ടെക്സ്റ്റുകൾ ഉപയോഗിക്കുമ്പം നമുക്ക് എപ്പോഴും സിലബസ് വെയിറ്റ് നോക്കുമ്പം തെർമൽ എഞ്ചിനീയറിംഗും തിയറി ഓഫ് മെഷീൻ ആൻഡ് ഡിസൈൻ ഞാൻ പറഞ്ഞു 14 മാർക്കിന്റെ വെയിറ്റേജ്, മൊത്തം 28 മാർക്ക് കിട്ടുന്ന 2 ടോപ്പിക് അല്ലേ, മൊഡ്യൂൾ 5 and 6 അല്ലേ, ശരിയല്ലേ? അപ്പം ഇത് 14 മാർക്കിന്റെ ആണ്. അപ്പം ഇതിന് ഹയസ്റ്റ് വെയിറ്റേജ് കൊടുത്ത് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ടെക്സ്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ഹയസ്റ്റ് വെയിറ്റേജുള്ള ടെക്സ്റ്റുകൾ ഉപയോഗിച്ച് പഠിക്കുക. കാരണം അത് 28 മാർക്കാണ് നമുക്ക് ഈ 2 മൊഡ്യൂളിൽ നിന്നും കിട്ടാൻ പോകുന്നത്. അപ്പം പ്രീവിയസ് ഇയർ പേപ്പറും കൂടി നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ട് പ്രീവിയസ് ഇയർ ടെക്സ്റ്റുകളോട് കൂടി ക്വസ്റ്റ്യൻസ് വരുന്ന ടെക്സ്റ്റുകൾ ഉപയോഗിച്ച് മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. കാരണം അസിസ്റ്റന്റ് എഞ്ചിനീയർ നേരത്തെ ചോദിച്ചിട്ടുള്ള എക്സാംസ് എങ്ങനെയാണോ അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇപ്പോഴും വരാൻ പോകുന്നത്. ദെൻ AMVAയ്ക്കും മെക്കാനിക്കൽ ഭാഗത്തുനിന്നുള്ള ചോദ്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമുക്ക് ആ പറഞ്ഞ ഐഡിയ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളതെന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതോട് ഉൾപ്പെടുത്തി വേണം നമ്മുടെ പ്രിപ്പറേഷൻ മാക്സിമത്തിൽ കൊണ്ടുപോകാനായിട്ട്. പിന്നെ കൺസെപ്റ്റ് പഠിക്കുന്ന കാര്യം പറഞ്ഞു. ഇനി വരേണ്ടതാണ് സ്പീഡ് അല്ലെ, ടൈം. നമുക്ക് കിട്ടുന്ന സമയം മാക്സിമം യൂസ് ചെയ്ത് നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇത്ര സമയം എന്ന രീതിയിൽ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ എത്ര സമയം എന്ന രീതിയിൽ കൂടി നമ്മൾ കണക്കാക്കണം. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് മാക്സിമം ടെക്സ്റ്റ് ബുക്കുകൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസെപ്റ്റ് ഒരു ടോപ്പിക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ ഈ ഭാഗം, എന്താണ് ഈ ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കി വേണം പഠിക്കാനായിട്ട്, പ്രത്യേകിച്ച് മൊഡ്യൂൾ 1, 2 and 3 എന്നുള്ളത്. അപ്പം അതിനുവേണ്ടി നമ്മൾ മാക്സിമം ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ് ബുക്ക് ഉപയോഗിച്ച് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാം, എന്തൊക്കെ വരാം എന്ന രീതിയിൽ സമയത്തിനനുസൃതമായിട്ട്
പഠിച്ചു പോവുക. ഇതാണ് നമുക്ക് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആയിട്ട് പറയാനുള്ളത്. ജൂലൈ 22 എക്സാം എത്തുകയാണ്. നന്നായിട്ട് പഠിക്കുക, ഇരുന്ന് പഠിക്കുക, 8 മൊഡ്യൂൾ നന്നായിട്ട് പഠിക്കുക. ഓൾറെഡി നമ്മുടെ ഏണസ്റ്റ് അക്കാദമിയിൽ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. നല്ല രീതിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ജോയിൻ ചെയ്യാം. കാരണം എക്സാംസ് ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് എക്സാമിനെ സംബന്ധിച്ചോ പ്രിപ്പറേഷനെ സംബന്ധിച്ചോ കോഴ്സിനെ സംബന്ധിച്ചോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൾ ചെയ്യാവുന്നതാണ്. നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് പറയുന്നതാണ്. കാരണം നമ്മൾ ഓൾറെഡി എപ്പോഴും പറയുന്ന കൂട്ട് തന്നെ ഒത്തിരി കുറേ വർഷമായിട്ട് PSC ടെക്നിക്കൽ ബേസ് ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ കോഴ്സുകൾ പോകുന്നുണ്ട്. നല്ല രീതിയിൽ എക്സാംസിന് റാങ്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. കുറേയേറെ പേർക്ക് ജോലി നേടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമ്മളെ ഫോളോ ചെയ്യുക. കോഴ്സസ് എടുക്കാൻ പറയുന്നതിന് കാരണങ്ങൾ എപ്പോഴും ഉണ്ട്. ഒരു PSC പബ്ലിഷ് ചെയ്യുന്ന സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ വേണം എപ്പോഴും നമ്മൾ പഠിക്കാനായിട്ട്. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ലെവലിൽ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ അങ്ങനെ എത്തിപ്പെടണമെന്നില്ല. ഒരു കോഴ്സ് നമ്മളൊക്കെ മൊത്തത്തിൽ കോഴ്സ് റെക്കോർഡ്, ലൈവ് ക്ലാസ്, മോക്ക് ടെസ്റ്റ് അങ്ങനെ രീതിയിൽ മെന്റർ സപ്പോർട്ടോടുകൂടി നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ അത് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ആ ഫ്ലോയിൽ അങ്ങ് പോയാൽ മതി. അപ്പം അങ്ങനെയുള്ള കോഴ്സുകൾ മാക്സിമം എടുക്കുക. ഇത് പറയാൻ കാരണം എന്തുകൊണ്ട് കോഴ്സ് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള പല എക്സാംസിന്റെ പേരുകൾ ഞാൻ പറയുന്നില്ല, കൂടെ കാണാൻ പറ്റും. പല എക്സാംസിനും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഒത്തിരി കുട്ടികളെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും പറ്റും. മാക്സിമം എഫേർട്ട് പഠിക്കുക. ജൂലൈ 22 എക്സാമിന് വളരെ നന്നായിട്ട് എഴുതി നല്ല ടോപ്പ് മാർക്ക് വാങ്ങിച്ച് ഫ്യൂച്ചർ നിങ്ങളുടെ സെറ്റ് ആവട്ടെ. അപ്പം മാക്സിമം കോഴ്സിൽ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ നേർന്നുകൊണ്ട് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.